ഇന്ന് നിങ്ങൾക്കായി കുറെ സ്പെഷ്യൽ ഗസ്റ്റിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഒത്തിരി ആന്റിസിപ്പേഷനോടെ കാത്തിരുന്ന ജെയിംസ് ആൻഡ് ആലിസ് എന്ന പൃഥ്വിരാജ് സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ജെയിംസ് ആൻഡ് ആലിസിന്റെ കാസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ട്. പൃഥ്വിരാജ്, മഞ്ജു പിള്ളെ ആൻഡ് പാർവതി. ജോയിൻ മീ ഇൻ വെൽക്കമിംഗ് ദം ടു ദി ഷോ. വെൽക്കം. താങ്ക് യു. സോ ജെയിംസ് ആൻഡ് ആലിസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഒരു ലവ് സ്റ്റോറിയിലും കൂടുതലാണ്. നമ്മൾ കേൾക്കും പെട്ടെന്ന് ജസ്റ്റ് അബൌട്ട് ടു പീപ്പിൾ, ജസ്റ്റ് അബൌട്ട് ദെയർ ലവ്, അബൌട്ട് ദെയർ ലൈഫ്. പക്ഷെ മോർ ദൻ ദാറ്റ് ആക്ച്വലി അങ്ങനെ ഒരു ജോണറിലേക്ക് ക്ലാസിഫൈ ചെയ്യണം നിർബന്ധമാണെങ്കിൽ ഐ ഹാവ് ടു അറ്റ് ദി ഔട്ട്സെറ്റ് സേ ദാറ്റ് ജെയിംസ് ആൻഡ് ആലിസ് ഇസ് നോട്ട് എ ലവ് സ്റ്റോറി. ഒരു പ്രണയ കഥയല്ല. പ്രണയമുണ്ട് ഈ കഥയിൽ. ഒരു പ്രണയത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു കഥയാണ്. ബേസിക്കലി ഈ സിനിമ ഈ രണ്ട് വ്യക്തികളെ കുറിച്ചുള്ളതാണ്. ഇവരുടെ ജീവിതത്തെക്കുറിച്ചും കമിതാക്കളായി നമ്മൾ കണ്ടുമുട്ടി, പിന്നീട് ഭർത്താക്കന്മാരായി, പിന്നീട് ഒരു അച്ഛനും അമ്മയും ആയി മാറുന്ന ഈ രണ്ട് വ്യക്തികളെ കുറിച്ചുള്ള സിനിമയാണ്. ഇവരുടെ റിലേഷൻഷിപ്പ്, ലൈഫ് ഇവോൾവ് ചെയ്യുമ്പോൾ, ജീവിതം സ്വാഭാവികമായി നമ്മളെ മാറ്റിമറിക്കുമ്പോൾ എങ്ങനെ ഇവരുടെ ബന്ധങ്ങൾ മാറുന്നു, അപ്പൊ ഇവരുടെ ചുറ്റിനുമുള്ളവരുടെ ഇൻഫ്ലുവൻസസ് എങ്ങനെ ഇവരെ എഫക്ട് ചെയ്യുന്നു, അതൊക്കെയാണ് ഒരു ബ്രോഡ് സ്പെക്ട്രത്തിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ. പക്ഷെ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഈ സിനിമയുടെ ഒരു സൂപ്പർഫിഷ്യൽ ലെവലാണ്. ഇതിന്റെ ഒരു ആക്ച്വൽ ഒരു കഥാസാരം എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി പുറത്തു പറയാൻ പറ്റാത്ത ഒരു ഇതാണ്. ബിക്കോസ് അതാണ് ഈ സിനിമയുടെ പുതുമ. ഈ സിനിമയിലേക്ക് എന്നെ ആകർഷിച്ച ഘടകം അതാണ്. അല്ലാതെ ഒരു സാധാരണ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒരു കോൺഫ്ലിക്ട്സ് പറയുന്ന ഒരു സിനിമയ്ക്ക് ഇനി സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് ഇറ്റ് ഇസ് സെഡ് ഇൻ എ വെരി ന്യൂ വേ. അതല്ലെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു പുതുമയുണ്ടെങ്കിൽ. അത്തരത്തിലൊരു പുതുമയുണ്ട് ജെയിംസ് ആൻഡ് ആലിസിൽ. ജെയിംസും ആലിസും അല്ലാതെ മൂന്നാമതൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിലൂടെയാണ് ഈ കഥയുടെ പുതുമ ഇതിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ ആ കഥാപാത്രം ആരാണെന്നോ അതെന്താണെന്നോ പറയാനുള്ള ലിബർട്ടി ഇപ്പൊ എനിക്കില്ല. ഈ സുജിത് വാസുദേവ് സാറിന്റെ ഫസ്റ്റ് ഡയറക്ടറൽ വെഞ്ചർ ആണ് ഈ മൂവി. അപ്പോ സാർ ഈ കഥ പറഞ്ഞപ്പോ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ ആണല്ലോ. സാർ ഒരു ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടു, ഇതൊരു സാധാരണ മൂവിയിൽ സാർ കുറെ നാള് മനസ്സിൽ കൊണ്ട് നടന്ന ഒരു കഥയാണ് ആ ഒരു കഥ എഴുതിയിട്ട്. അപ്പൊ ആ കഥ നറേറ്റ് ചെയ്തപ്പോ അതിലൊരു ഫോക്കൽ പോയിന്റ് ഉണ്ടാവുമല്ലോ പൃഥ്വിനെ അട്രാക്ട് ചെയ്ത്. ഞാൻ ഈ പറഞ്ഞ ഇതിനു മുമ്പ് പരീക്ഷിച്ചിട്ടില്ലാത്തൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് ഈ കഥയിൽ. ഒരു തിരിച്ചറിവിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ആ പെർസ്പെക്റ്റീവ് ഈ കഥയിൽ എങ്ങനെ പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പുതുമ. അതാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. ഓഫ്കോഴ്സ് സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ഫിൽമോഗ്രഫി ഓഫ് ലേറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാനൊരു ഒന്നും പുതിയതായിട്ട് അവകാശപ്പെടാനില്ലാത്തൊരു സിനിമ, അല്ലെങ്കിൽ അങ്ങനൊരു അല്ലെങ്കിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫോംലൈക്ക് എന്റർടൈനർ ആയിരിക്കണം. അത്തരം സിനിമകൾ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അത്തരം ഒരു സിനിമ ആയിരിക്കണം. പക്ഷെ അല്ലാതെ ഒന്നും തന്നെ പുതിയതായിട്ട് അവകാശപ്പെടാനില്ലാത്തൊരു സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടില്ല. പലപ്പോഴും ഒരു സിനിമയിലെ പുതുമ എന്താണെന്ന് നമ്മൾ വിചാരിക്കുന്നുവോ ചിലപ്പോൾ അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിൽ അത് കൺസീവ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇതിൽ കൺസീവ് ആയിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടു. അപ്പൊ എന്നെ അതിലേക്ക് ആകർഷിച്ചത് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി പുറത്ത് പറയാൻ സാധിക്കാത്ത ആ ഒരു ഘടകമാണ്. മഞ്ജു ചേച്ചി ശരിക്കും ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. കാരണം സുജിത് സാറിന്റെ ബാക്ക് ബോൺ ആണ് മഞ്ജു ചേച്ചി. അപ്പൊ എന്തായാലും അതുകൊണ്ട് ഈ സിനിമയുടെ ബാക്ക് ബോൺ ആണെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അത് അങ്ങനെ വിചാരിക്കരുത്. ഈ സിനിമ ഫുൾ സുജിത്തിന്റെ തന്നെയാണ്. അതില് എന്താ പറയണ്ട, ഒന്നും സജഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഇത് ഫുൾ സുജിത്തിന്റെ തന്നെ മൂവിയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും അതിലില്ല. ഫസ്റ്റ് ടൈം ഈ സ്റ്റോറി കേട്ടപ്പോ ചേച്ചീനെ ക്യാച്ച് ചെയ്ത് എന്തായിരുന്നു ഈ മൂവിയിൽ? എന്നെ ക്യാച്ച് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ. കാരണം ആർക്കും പറയാൻ പറ്റില്ല. അല്ല, എന്താണെന്ന് പറയാൻ പറ്റാത്തതല്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ പോയി കണ്ട് ഡിസ്കവർ ചെയ്യുന്ന ഒരു സുഖമാണ് ഒരു അതെ തിയേറ്ററിൽ പോയിട്ട് എന്താണെന്ന് അത് റിയലൈസ് ചെയ്യുക. എന്താണ് സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് അത് കൂടുതൽ നമുക്കത് ഇതുവരെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇതാണല്ലേ, ഇങ്ങനെ ആയിരിക്കുമല്ലേ എന്ന് എന്നോട് പലരും ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു കാര്യം കോൺഫിഡന്റ് ആയിട്ട് പറയാം, ആരും പ്രതീക്ഷിക്കാത്തൊരു എലിമെന്റ് ആണ്. തീർച്ചയായിട്ടും 5 വർഷത്തോളം ഇത് മനസ്സിൽ കൊണ്ട് നടന്ന് സ്വന്തം എന്താ പറയാ ഒരു മകളെയോ മകനെയോ ഒക്കെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ഇതോടുകൂടി കൊണ്ട് നടന്ന ആ ഒരു ഇത് ഈ ഫിലിമിനുണ്ട്. മഞ്ജു ചേച്ചിനെ കുറിച്ച് പറയുമ്പോൾ മഞ്ജു ചേച്ചി ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ്. എല്ലാവർക്കും ഇപ്പോൾ
എല്ലാ തരം ക്യാരക്ടേഴ്സും മഞ്ജു ചേച്ചി ചെയ്തിട്ടുണ്ട്. തുടക്കത്തിലെ സിനിമയിൽ വന്ന അപ്പം മുതൽ എല്ലാവരും പറയുന്ന ഭയങ്കര റേഞ്ച് ഉള്ള ആക്ട്രസ് ആണ്. ഇപ്പൊ ഭയങ്കര സീരിയസ് റോൾസ് ആണെങ്കിലും കുറച്ചൊരു ട്രാജിക് റോൾസ് ആണെങ്കിലും പിന്നെ കോമഡി ആണെങ്കിലും എല്ലാം ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോ ഒരു ഇത്തിരി സീരിയസ് റോളാണല്ലോ. അപ്പോൾ ഈ ഒരു ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും വേറെ ആയിട്ട് ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിന്റെ റോളാണ്, കുറച്ചൊരു സീരിയസ് റോളാണ്. അപ്പൊ ആ ഒരു റോള് ചേച്ചിയുടെ ഒരു എപ്പോഴും ചേച്ചിയുടെ റെസിപ്പി ആഡ് ചെയ്യുമല്ലോ, ഇതിൽ എന്താണ് അങ്ങനെ ഒരു പേഴ്സണൽ ടച്ച് ആഡ് ചെയ്യുന്നത്? എന്റെ റെസിപ്പി ആഡ് ചെയ്യാൻ സുഹൃത്ത് സമ്മതിച്ചില്ല. അല്ല ഇത് ശരിക്കും ഈ പറയുന്ന പോലെ അഡ്വക്കേറ്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിന് വലിയൊരു ഭാവമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കോടതി പോലും കാണിക്കുന്നുണ്ട്, ആകെ കോർട്ട് സീൻ 1-2 സീൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. സീനില്ല, ഷോർട്സേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് ഇതില് അഡ്വക്കേറ്റ് ആണെന്നുള്ള ഒരു ലേബലുണ്ട്. ഇവരുടെ ഒരു ഫ്രണ്ട് ക്യാരക്ടറാണ്, കുറച്ച് ബോൾഡാണ്. ഇവരുടെ ലൈഫിൽ നമ്മൾ ആലീസിന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ആലീസിനോട് പറയുന്ന ഒരു വിഡോയാണ് ഈ ക്യാരക്ടർ. അപ്പൊ പറഞ്ഞു ഫാമിലി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്യാരക്ടർ. ജെയിംസിന്റെ ആലിസിന്റെയും ജീവിതത്തിലെ പ്രാക്ടിക്കൽ വോയിസ് ആണ് രോഹിണി. അതെ, അതാണ് അതിന്റെ കറക്റ്റ്. താങ്ക് യു. കമ്മിങ് ടു പാർവതി ഇതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോൾസ് ആണ് എല്ലാത്തിലും ചെയ്യുന്നത്. ഇപ്പൊ ഡി കമ്പനിയിൽ നമ്മൾ കണ്ട് വേറൊരു റോളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ തമിഴിൽ അജിത്തിന്റെ കൂടെ ആ ഒരു വില്ലൻ റോൾ നമ്മളെല്ലാരും ശരിക്കും വേർപ്പിച്ച ഒരു റോളായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ മൂവിയിലെ റോളിനെ കുറിച്ചൊന്ന് പറയാം. ഹൗ ഡിഫറെന്റ് ഇസ് ഇറ്റ്? ഓണസ്റ്റ്ലി എനിക്ക് ഐ ലൈക്ക് ടു എക്സ്പെരിമെന്റ്. എനിക്ക് ഒരു ടൈപ്പ് ഓഫ് റോള് ചെയ്യാനല്ല ഇഷ്ടം. എനിക്ക് അഡ്വെഞ്ചറസ് ആണ്. ബേസിക്കലി അഡ്വെഞ്ചറസ് പേഴ്സൺ. എന്ത് ചെയ്താലും കുറച്ച് ഡിഫറൻസ് വേണം, അതർവൈസ് ഐ ഗെറ്റ് ബോർഡ്. അപ്പോൾ ഇതും ഞാൻ ഒരിക്കലും ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. എനിക്ക് ആക്ച്വലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല, ബിക്കോസ് ഞാൻ അത്ര ടോം ബോയിഷ് അല്ല ഇൻ റിയൽ. പക്ഷെ ഇതിനകത്തൊരു ബോൾഡ് ആൻഡ് ടോം ബോയിഷ് ഗേൾ ആണ്. ഞാൻ ബോൾഡ് ആണ്, പക്ഷെ ഇതിലുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്ത എന്നെ എന്തായാലും മറ്റേ ഡി കമ്പനിയിൽ ജെസിയുടെ വൈഫ് അതിനെക്കാട്ടിലൊക്കെ എനിക്ക് എന്തോ ഇതാണ് ഏറ്റവും ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു റോൾ. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ആദ്യം ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ, ഈ സ്റ്റോറി ലൈൻ എക്സൈറ്റിംഗ് ആയിരുന്നു, ഡിഫറെന്റ് ആണ്. പക്ഷേ ഈ റോളിനുള്ള എലിമെന്റ്സും ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഡിസ്കവർ ചെയ്ത് ഞാനിത് ചെയ്തു വന്നപ്പോഴാണ്. എനിക്ക് തന്നെ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ക്യാരക്ടറിനെ. എനിക്കിപ്പം നന്ദു എന്ന് പറഞ്ഞൊരു ഇങ്ങനത്തെ ഒരു കുട്ടിയെ മീറ്റ് ചെയ്താൽ എനിക്ക് ആ ഗേളിനെ വളരെ റെസ്പെക്റ്റും ഇതും കാണും. അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും കാണും. അതെനിക്കൊരു ഗ്യാരണ്ടി പ്രോബബ്ലി തരാൻ പറ്റും. സോ എനിക്ക് ഒരു വളരെ ഡിഫറെന്റ് ആൻഡ് സംതിങ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. പൃഥ്വിയുടെ ഫുൾ ഈ മൂവിയിൽ 2 ഡിഫറെന്റ് മേക്ക് ഓവേഴ്സ് ആണല്ലോ ഉള്ളത്. ഇപ്പോൾ മലയാളം സിനിമയിൽ നമ്മൾ പണ്ട് മുതൽ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു അധികം ഡ്രാസ്റ്റിക് മേക്ക് ഓവേഴ്സ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് ഫിലിംസിൽ നമ്മൾ കാണാറുണ്ട്, ഇപ്പോൾ ആക്ടേഴ്സൊക്കെ കുറേ 40 kg കുറയ്ക്കും, 50 kg കുറയ്ക്കും, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളം ഇപ്പോഴാണല്ലോ വരുന്നത്, ഇപ്പോൾ ചെറുതായിട്ട് മേക്ക് ഓവേഴ്സ് മാറ്റും. അപ്പോൾ പൃഥ്വി ഈ മൂവിയിൽ കാണിക്കുന്നത് 2 ഡിഫറെന്റ് ഇതാണ്. ഒന്നിൽ നമ്മൾ മുണ്ട കൊടുത്ത് ഒരു ശരിക്കും ഒരു ആർട്ടിസ്റ്റ്, നമ്മൾ പറഞ്ഞ മുഷിഞ്ഞ കലാകാരൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ ഒരു ലുക്ക്. പക്ഷെ അത് പിന്നെ വേറൊരു ശരിക്കും ഒരു ഫാമിലി മാൻ ലുക്ക് ആയിട്ടാണല്ലോ സെക്കൻഡ് വരുന്നത്. അപ്പൊ ഈ അവതാരങ്ങളൊക്കെ പൃഥ്വിയുടെ ഐഡിയ ആയിരുന്നോ അതോ സുജിത് സാറിന്റെ ഐഡിയ ആയിരുന്നോ? സ്വാഭാവികമായിട്ടും ഇതിന്റെ കഥ കേട്ടപ്പോൾ തന്നെ 2 അപ്പിയറൻസസ് വേണമെന്നുള്ളത് ഓഫ്കോഴ്സ് അത് ആരുടെ ഐഡിയ, അത് കഥയിൽ അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ ഇതിന്റെ 2ന്റെയും ഫോം ആൻഡ് ഡിസൈൻ അത് കംപ്ലീറ്റ്ലി സുജിത്തിന്റെ ഐഡിയ ആണ്. ഇൻഫാക്ട് ഇതിന്റെ ഒരു പോണിടെയിൽ ലുക്കിനോട് ഞാൻ വളരെ എതിരായിരുന്നു. ഞാൻ സുജിത്തിനോട് വേണ്ട, അത് വിഗ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് സുജിത്ത് സമ്മതിച്ചില്ല. സുജിത്ത് വിഗ് ഉണ്ടാക്കി, ആക്ച്വലി ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. അങ്ങനെ ഒരു വിഗ് ഉണ്ടാക്കാനൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോ സുജിത്ത് അതില്ല, അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം, ഇത് വിഗ് ചെയ്ത് വന്നിട്ട് അത് ശരിയായില്ലെങ്കിൽ അത് ഓക്കെ പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് സുജിത്ത് വിഗ് ചെയ്യിച്ച് ഫസ്റ്റ് ഡേ വീഡിയോ ഫോട്ടോഷൂട്ട്, ഈ വിഗ് ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു. ആ ഫോട്ടോ കാണിച്ചിട്ടാണ് എന്നെ കൺവിൻസ് ചെയ്യുന്നത്. കണ്ടില്ലേ ഇത് നല്ലതാണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി സുജിത്തിന്റെ ഐഡിയ ആയിരുന്നു. പിന്നെ അഫ്കോഴ്സ് ഇതിന്റെ ഈ ഡിസൈനിന്റെ പിന്നിലെ ചിന്ത ഇതാണ്. ഇപ്പോ ജെയിംസ് എന്താണെന്നോ ആരാണെന്നോ ഞങ്ങൾ ആരും പറയാതെ തന്നെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റില്ല് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് തോന്നിയില്ലേ ഇയാളൊരു ആർട്ടിസ്റ്റ് ആണ്, അങ്ങനെ ഇയാളൊരു മേ ബി കുറച്ചൊരു റെബല്ലിയസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ആ സ്റ്റില്ലിൽ നമുക്ക് തോന്നും. അപ്പൊ അത് ആ ഡിസൈനിന്റെ പിന്നിലെ തോട്ടാണത്.
The same way in രണ്ടാമത്തെ ഗെറ്റപ്പിൽ you think he is somebody with whom life has caught up. You know, ജീവിതത്തിന്റെ ഒരുപാട് സ്ട്രെസ്സുകളും പ്രഷേഴ്സും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന സോ കോൾഡ് പ്രാരാബ്ദങ്ങളോട് ആൻസറബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള ഇയാളുടെ രണ്ടാമത്തെ ഇതിൽ തോന്നുന്നു. അപ്പൊ അതൊക്കെ അതിന്റെ പിന്നിലെ തോട്ടാണ്. എത്രത്തോളം ഈ തോട്ട് നമ്മൾ അൺസ്പോക്കൺ വേർഡ്സിലൂടെ കൺവേ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് സിനിമ കാണുമ്പോൾ അറിയാം. ഇപ്പോൾ നമ്മുടെ മൂവീസിലൊക്കെ ഉള്ളൊരു കോമൺ തീമാണ് റൊമാൻറ്റിസൈസിങ് ദി ആർട്ടിസ്റ്റ്. ഇപ്പോൾ ആളുടെ ഒരു ജീവിത സാഹചര്യത്തിനെയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ശരിക്കും റൊമാൻറ്റിസൈസ് ചെയ്യും, അതുപോലെ തന്നെ അപ്പോൾ അതൊരു ക്ലീശയായി പോകും. പക്ഷെ ഈ മൂവിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എലിമെന്റ് വന്നെന്ന് തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ്ലി ഐ ഹാവ് ടു ടെൽ യു ദാറ്റ് ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ജെയിംസിന്റെ ഒരു സോ കോൾഡ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആ ഫേസ് കംപ്രൈസസ് ഓഫ് എ വെരി സ്മോൾ പോർഷൻ ഇൻ ദ ഫിലിം. സിനിമയിൽ ഒരു 10 മിനിറ്റിന് താഴെ മാത്രം വരുന്ന ഒരു പോർഷനിലേ ഉള്ളൂ ഈ അപ്പിയറൻസും ഈ പോണിറ്റെയിലും ഈ മുണ്ടും RD 350 ബൈക്കുമെല്ലാം. ഈ സിനിമയുടെ പ്രധാന കഥ നിൽക്കുന്നത് മറ്റൊരു ഏരിയയിലാണ്. സോ ലൈക്ക് യു സെഡ്, ഈ സിനിമയിൽ ആർട്ടിസ്റ്റിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നു എന്ന് പറയുന്നില്ലേ, but the fact remains that sometimes the artist himself romanticizes the concept of being an artist. അതാണ് ജെയിംസ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു as you said, the artist romanticizes the concept of being an artist, and from that how does he free himself, or അതിന്റെ ഒരു frustration ആണോ ഈ മൂവിയിൽ? He does not. He finally realizes that that is when he was free. അത് കാണാൻ നമ്മൾ എന്തായാലും മൂവി കാണാൻ പോകണം, ആ ഒരു ട്രാൻസിഷൻ. അപ്പോൾ മഞ്ജു ചേച്ചി ചെയ്യുന്ന ക്യാരക്ടർ ചേച്ചി പറഞ്ഞു ഭയങ്കര ബോൾഡാണ്, ഒരു വിഡോ ആണ്. അപ്പോൾ ശരിക്കും അത് കേൾക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ ആളുകൾ നാരി സങ്കല്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ഭർത്താവിനോട് ഒബീഡിയൻ്റ് ആയി നിൽക്കുന്ന, എപ്പോഴും ഒരു തണലിൽ നിൽക്കുന്ന. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരു വുമൺ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ബോൾഡായി സ്വന്തം തീരുമാനം എടുക്കുന്ന, സ്വന്തം ജീവിതം നയിക്കുന്ന ഒരു വുമൺ. സോ അങ്ങനെ ഒരു ട്രാൻസിഷൻ വന്നിരിക്കുന്ന സമയത്ത്, സ്പെഷ്യലി മൂവി ഇൻഡസ്ട്രിയിൽ അതെല്ലാമാണ് ഇപ്പോൾ പോർട്രേ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു റോള് കിട്ടിയപ്പോൾ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് റോൾ, ഓർ അങ്ങനത്തെ ആ റോള് സുജിത് സാർ സ്കെച്ച് ചെയ്തപ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നിയത്? ബോൾഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളെ എതിർത്തുകൊണ്ട് ജീവിക്കുന്നതല്ല ഉദ്ദേശിച്ചത്. ബോൾഡ് എന്ന് ആവുക പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് ഈ ബോൾഡ്നെസ് കൊണ്ട് ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത്. സോ സ്കെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, ഇപ്പം ഗുണ്ടായുസത്തിനൊക്കെ സ്കെച്ച് ബേസിക്കലി ഒരു സ്ത്രീത്വത്തിന്റെ ബോൾഡ്നെസ് എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. അല്ലെ, അത് പലർക്കും പല ഇന്റർപ്രിട്ടേഷൻസ് കാണും. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബോൾഡായ സ്ത്രീ എന്റെ അമ്മയാണ്. പക്ഷെ എന്റെ അമ്മയെ ഞാനൊരു വീട്ടമ്മ മാത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് പിന്നെ അമ്മയുടെ ഫ്രണ്ട്സിന്റെ സീരിയൽസിൽ അഭിനയിക്കുന്നു, അമ്മയ്ക്കൊരു ചെറിയൊരു ഓൺടർപ്രണർഷിപ്പ് ഉണ്ട്. എന്റെ ലൈഫിന്റെ ഒരു വലിയ ഭാഗം എന്റെ അമ്മ ഒരു വീട്ടമ്മ മാത്രമായിരുന്നു. മക്കളെ നോക്കുന്ന, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു വീട്ടമ്മ മാത്രമായിരുന്നു. അപ്പോഴും ആ വീട്ടിലെ ഏറ്റവും ബോൾഡ് പേഴ്സണാലിറ്റി എന്റെ അമ്മയാണ്. എന്റെ അച്ഛൻ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ എന്താണ് ഒരു വീട്ടമ്മ ബോൾഡ് ആയിക്കൂടെ? അത് ഓരോ സ്ത്രീക്കും ഓരോ രീതിയിലുള്ള ബോൾഡ്നെസ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഭർത്താവ് ഉണ്ടായിട്ടും ഭർത്താവ് ഇല്ലാതെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, ഭർത്താവ് ഇല്ലാതെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. ഇപ്പൊ രാജു പറഞ്ഞ പോലെ വലിയ ചേച്ചിയൊക്കെ നിന്ന് ചെയ്തത് ശരിക്കും ഞാൻ എപ്പോഴും സുജിത്തിനോടും വീട്ടിലൊക്കെ സംസാരിക്കാറുണ്ട്. മല്ലി ചേച്ചിയൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ മല്ലി ചേച്ചിയുടെ തല താന്ന് കണ്ടിട്ടില്ല. ഇങ്ങനെ തല പിടിച്ചേ നടക്കുള്ളൂ എപ്പോഴും. അത് ആര് എന്ത് വന്നാലും നേരിടാനുള്ള ഒരു തല ഉയർത്തിപ്പിടിച്ച് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിലും സുജിത്ത് മിക്കവാറും വീട്ടിലുണ്ടാവാറില്ല. വീട്ടിൽ ഒട്ടുമിക്ക കാര്യങ്ങളും മോളുടെ കാര്യങ്ങളാവട്ടെ, ഈവൻ വീട് ഷിഫ്റ്റിംഗ് ആവട്ടെ, വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുക, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് വരെ ഇപ്പോ അതിലൊരു അങ്ങനെ ഒരു ഇവരുടെ വീട്ടിൽ ബോൾഡ് മഞ്ജു അതെനിക്കറിയാം. അങ്ങനെ ഒരു ബോൾഡ്നെസ് എന്ന് ഉദ്ദേശിച്ചത് അല്ല. നേരത്തെ രാജു പറഞ്ഞ പോലെ അത് എന്താ അറിയോ, ബേസിക്കലി ഒരു ഈ പലപ്പോഴും എന്താണ് എന്റെ സ്വാതന്ത്ര്യം എന്നതിനെ പറ്റിയുള്ളൊരു തെറ്റിദ്ധാരണ വരുമ്പോഴാണ് ഈഗോസ് തമ്മിൽ ക്ലാഷ് ആവുന്നത്, അല്ലെ? എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു കാമുകനും കാമുകിയുടെയും ഇടയിൽ ഈ റിലേഷൻഷിപ്പിൽ എന്റെ സ്വാതന്ത്ര്യം എന്താണ് എന്ന കോൺസെപ്റ്റിനെ പറ്റി ഒരു തെറ്റിദ്ധാരണ വരുമ്പോഴാണ് ഒരു ഈഗോ ക്ലാഷസ് ഉണ്ടാവുന്നത്. അത്തരം തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോകുന്ന ഒരു ഫേസ് ജെയിംസിന്റെ ആലിസിന്റെയും ജീവിതത്തിലുണ്ട്. ആ ഫേസിലാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വളരെ വൾണറബിൾ ആകുന്നത്. അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അവരിങ്ങനെ ചെയ്തല്ലോ, അതിലേക്ക് നമ്മൾ ഭയങ്കര വൾണറബിൾ ആകുന്ന ഫേസ് അതാണ്.
ജെയിംസിന്റെ അങ്ങനെ ഒരു ഘട്ടത്തിൽ ജെയിംസിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് കോൺഫിഡന്റ് ആൻഡ് ഫ്രണ്ടാണ് നന്ദു എന്ന് പറയുന്ന ക്യാരക്ടർ. ആലിസിന്റെ ആ ഘട്ടത്തിൽ ആലിസിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് കോൺഫിഡന്റ് ആൻഡ് ഫ്രണ്ടാണ് രോഹിണി എന്ന് പറയുന്ന ക്യാരക്ടർ. പക്ഷെ അൺലൈക്ക് യുവർ ക്ലീഷേ സോപ്പ്, ഇതിൽ ഇവർ രണ്ടുപേരും പറയുന്നത് ആക്ച്വലി ഇസ് ദി പ്രാക്ടിക്കൽ ട്രൂത്ത്. അതായത് ലിസൺ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്ന് മാറി എന്ന് നമ്മൾ നോക്കുമ്പോൾ അത്ര വലുതല്ല എന്ന് പറയുന്നവരാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ബിറ്റ്വീൻ ദം ആ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. എഗെയിൻ ഇത്രയും സംസാരിച്ചാലും ഈ സിനിമയുടെ കഥ ഇതല്ല കേട്ടോ. ഇപ്പോൾ നന്ദുയുടെ റോളിന്റെ കാര്യം പറഞ്ഞു, ഒരു വോയിസ് ഓഫ് റീസൺ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു റോൾ ഇപ്പോൾ കഥ റിവീൽ ചെയ്യണ്ട, അല്ലാതെ തന്നെ ഇവരെ ഒരു ഔട്ട്സൈഡേഴ്സ് പെർസ്പെക്റ്റീവ് ഓഡിയൻസിനും കൂടി കൊടുക്കുകയാണല്ലോ. നമ്മളിപ്പോ ഒരു ആക്ടർ ആൻഡ് ആക്ട്രസിന്റെ ഹീറോയിന്റെ മാത്രം പെർസ്പെക്റ്റീവിൽ നിന്ന് മൂവി കാണുകയാണെങ്കിൽ നമുക്കും തോന്നും ഈ ഇഷ്യൂസ് ഭയങ്കര വലുതാണ്. പക്ഷെ നിങ്ങളെ കൊണ്ടുവരുമ്പോൾ ഡയറക്ടർ ഒരു ഭയങ്കര ക്ലെവർ മൂവാണ് നടത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, ഫ്രം വാട്ട് ഐ ഹേർഡ്. അപ്പോൾ വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദാറ്റ് റോൾ? അതായത് ഒരു ഔട്ട്സൈഡർ പെർസ്പെക്റ്റീവ് ഓഡിയൻസിന് കൊടുക്കാനായിട്ടുള്ള ഒരു ഈ നന്ദുവിന്റെ ഒരു റോൾ എന്താണ് ഈ മൂവിയിൽ? ലൈക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് ഓഡിയൻസിന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ നോക്കുന്നില്ല. ഇറ്റ്സ് വെരി നാച്ചുറൽ ടുഡേസ് ഗേൾ. പക്ഷേ ദ ഓൺലി യുണീക് തിങ് ഇസ് സിനിമകളിൽ കൂടുതൽ ഈ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, ഞാനും നന്ദുവും ജെയിംസും തമ്മിലുള്ള കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, അതൊരു യുണീക്ക് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് കുറച്ച് റെയർ ആണ് ഇൻ ടുഡേസ് വേൾഡ്. ബിക്കോസ് ആൻഡ് നന്ദുവിന്റെ ക്യാരക്ടർ ബേസിക്കലി ഒരു വളരെ നമുക്ക് റെസ്പെക്ട് തോന്നുന്ന ഒരു ഡിഫറെന്റ്, ഐ മീൻ ദാറ്റ്സ് വാട്ട് ഐ ഹാഡ് ലോട്ട് ഓഫ് റെസ്പെക്ട്. അതും അങ്ങനത്തെ ഒരു ക്യാരക്ടറും കുറച്ച് കുറവാണ്. നമ്മൾ നോർമലി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കാണിക്കുമ്പോൾ അതിന് വേറൊരു സൈഡും ആ സൈഡ് ഒരു നോർമൽ ക്ലീഷേ സൈഡ് കാണും. പക്ഷേ ഹിയർ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പം ഐ ഹാഡ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജെയിംസ് ആൻഡ് നന്ദു ആൻഡ് ഫോർ നന്ദു ആൻഡ് ഫോർ ജെയിംസ്. സോ ലൈക്ക് ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അപ്പം അത് ഭയങ്കര നോർമൽ ആൻഡ് ഇത് ഐ തിങ്ക് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ദാറ്റ് ഹാസ് ടു ബി ഷോൺ ടു ദ വേൾഡ്. ബിക്കോസ് കുറെ ആൾക്കാർ വിശ്വസിക്കാത്ത റിലേഷൻഷിപ്പാണ്. അങ്ങനെ എനിക്ക് കൂടുതൽ പറയേണ്ട, I don't want to reveal anything, but then I think it is, I felt, ഞാൻ ആദ്യയുടെ സ്റ്റോറി കേട്ടപ്പം my part of the script, I felt it is something that people have to know. ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ക്യാരക്ടർ ഇസ് സംതിങ് വിച്ച് ഓഡിയൻസ് ഹാവ് ടു സീ ആൻഡ് റിയലൈസ് ആൻഡ് ബിലീവ്. അപ്പം വെരി ഓണസ്റ്റ് തിങ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ഈ ഒരു മൂവിയിൽ വെൻ ദ ക്രഞ്ച് ടൈം കംസ് അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ബിക്കോസ് മുമ്പത്തെ ആ ഇപ്പോൾ പ്രേമിച്ച് നടക്കുന്ന കാലത്തെ ആ ഒരു ഫാന്റസി എല്ലാം കഴിഞ്ഞ് റിയൽ ലൈഫ് വെൻ ഇറ്റ് ഹിറ്റ്സ് ദം, ആ ഒരു സംഭവം. അപ്പോൾ ആ ഒരു സമയത്തെ ജീവിതം കാണിക്കുമ്പോൾ okay, you can't reveal it, but still how differently is it shown in this movie? See, where the film works, at least for me, is that വളരെ റിയൽ ആണ്. ഇതിന്റെ ഒന്നും അങ്ങനെ ഓവർ ഡ്രാമറ്റൈസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഐ ലെറ്റ് യു ഇൻ ടു സം സീക്രട്ട് ഇൻഫർമേഷൻ. അപ്പോൾ അതിൽ ആലിസിനെ പ്രണയിക്കുന്ന ജെയിംസ് ആലിസിന്റെ വീട്ടിൽ പോകുമ്പോൾ നമുക്കൊരു ക്ലീഷേ സീനുണ്ട്. അതായത് പണക്കാരനായ ആലിസിന്റെ അച്ഛൻ ജെയിംസിനോട് പറയും, എൻ്റെ മകളെ തനിക്ക് വിവാഹം കഴിച്ചാൽ ഞാൻ തയ്യാറല്ല, കാരണം തനിക്ക് സ്വത്തില്ല, ജോലിയില്ല. പക്ഷേ ഈ സീൻ ഡോക്ടർ ജനാർദ്ദനൻ എഴുതിയിരിക്കുന്നത് എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സീൻസ് ആണ് ഈ സിനിമയിലെ. ഈ സീനിലെ ഡയലോഗുകൾ, അത് ആക്ടേഴ്സിനെ കൊണ്ട് പറയിച്ചിരിക്കുന്ന രീതി, സായ് കുമാർ എന്ന് പറഞ്ഞ ആക്ടർ അത് പെർഫോം ചെയ്തിരിക്കുന്നത് ഇസ് സോ റിഫ്രഷിങ്. അത് ശരിക്കും നമുക്ക് ഇത് മേ ബി എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടന്നേനെ, അല്ലെങ്കിൽ നാളെ എൻ്റെ മോളൊരു കൊള്ളരാത്തവനെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. That is where the film works, because it is very real. And down the line എന്താണ് ഈ സിനിമ നൽകുന്ന റിയലൈസേഷൻ എന്ന് ചോദിച്ചാൽ, ഈ ബൈക്കിൽ പാട്ടുപാടി നടക്കുന്നതല്ല റൊമാൻസ് എന്ന് പറയുന്നത്. കുടുംബവും പ്രാരാബ്ദവും കുട്ടികളും ഒക്കെ ആയി പ്രശ്നങ്ങൾക്കിടയിൽ കണ്ടെത്തുന്ന ചെറിയ ചെറിയ നിമിഷങ്ങളാണ് റൊമാൻസ് എന്നതാണ് ഈ സിനിമ നൽകുന്ന ഒരു റിയലൈസേഷൻ. അതൊക്കെ റിയലൈസ് ചെയ്താൽ കൊള്ളാം. നമ്മൾ ഇതുവരെ ജെയിംസ് ആൻഡ് ആലിസിന്റെ ഒത്തിരി വിശേഷങ്ങൾ കേട്ടു, പക്ഷെ ഇതിവിടെ തീരുന്നില്ല. കുറേ കാര്യങ്ങൾ ഇവർക്ക് ഇനിയും നമ്മളോട് പറയാനുണ്ട്. We'll be back again in the next show. Till then, see you.